സ്വർണം കട്ട അന്വേഷണം സോണിയാഗാന്ധിയിലേക്ക് എത്തിയപ്പോൾ സതീശന്റെ ടോണൊക്കെ അടിമുടി ചേഞ്ച് പണ്ടിരിക്കെ അങ്ങ് പാറുകണ്ണാ എന്താ മാറ്റം, സ്വർണം കട്ടത് തന്നെ എന്ന സ്വരത്തിൽ നിന്ന് അങ്ങനെയൊക്കെ പറയാൻ പറ്റൂ? ആരൊക്കെ വന്ന് കാണും? ഫോട്ടോ വച്ചിട്ടൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ വിലയിരുത്താൻ പറ്റൂ? തുടങ്ങി ന്യായീകരണത്തിന്റെ ഒരു വിസ്മയ ലോകം തന്നെ ഇന്നിപ്പോ സതീശൻ വാർത്താ സമ്മേളനത്തിൽ നമുക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, തുറന്നിട്ടിരിക്കുകയാണ്. ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം? പല ടോണുകളിൽ ന്യായീകരിക്കാം. ശബരിമല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കത്തിക്കയറി നിന്ന സതീശൻ ഇപ്പോ ആ കത്തിക്കയറലിന്റെ ഊർജം കുറഞ്ഞു വരുന്ന രീതി എങ്ങനെയെന്നൊന്ന് കണ്ട് ആ ന്യായീകരണം കൃത്യമായി ശ്രദ്ധിക്കണം. ഇത്രയും ദിവസം ഫോട്ടോകൾ വെച്ച് ആറാടിയിരുന്ന സതീശന്റെ പെട്ടെന്നുള്ള ഈ ചുവട് മാറ്റം എന്തായിരിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ചോളൂ. മനസ്സിൽ എന്തോ ഒരു ഭീതി ഉടലെടുത്തിരിക്കുന്നു. ഞങ്ങൾ അതുപോലത്തെ തറവേലകൾക്കൊന്നും ഞങ്ങൾ പോകത്തില്ല. ഞങ്ങൾ രാഷ്ട്രീയമായി എതിർക്കും, ഭരണപരമായ തെറ്റുകളെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. ഇതെന്താന്ന് വിചാരിച്ചത്? കേരളം മുതിർന്ന ആളുകളെ ഞങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? ഞങ്ങൾ പേടിച്ചു വന്ന, ഞങ്ങളെല്ലാം പേടിച്ച് മാളത്തിൽ വിളിക്കുന്ന വിചാരിച്ചത്. അത് പാട്ട് നിരോധിക്കാൻ പോയപ്പോ കണ്ടല്ല, പാട്ടിനെതിരെ കേസെടുത്തപ്പോ കണ്ടല്ല. ആ പാട്ട് ഇപ്പോൾ ലോകത്ത് എല്ലായിടത്തും പാടിക്കൊണ്ടിരിക്കുക. മലയാളികൾ മാത്രമല്ല, ഇപ്പൊ അല്ലാത്ത വിദേശ രാജ്യത്തെ ആളുകളൊക്കെ പാടിക്കൊണ്ടിരിക്കും. ഞാൻ ഇന്നാൾ അയർലൻഡിൽ ഐറിഷുകാർ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ പാട്ട്. അത്രയും പബ്ലിസിറ്റി അതുകൊണ്ട് കൊടുത്ത് ഐറിഷുകാര് അവിടെ അയർലൻഡിൽ പാടിക്കൊണ്ടിരിക്കുക ഈ പാട്ട്, അയ്യപ്പറ്റ പാട്ട്. എന്താണ് ഞാൻ ചോദിക്കുന്നത്? പലർക്കും പല വഴി ബന്ധമുണ്ടാവും, പലരും പോയി കണ്ടു കാണും. അന്ന് ഇയാൾ കുറ്റവാളിയാണെന്ന് ആർക്കെങ്കിലും അറിയോ? ഇപ്പൊ എന്നെ കാണാൻ എത്ര പേര് വരുന്നുണ്ട്? ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരുന്നപ്പോ എത്ര പേരാണ്? അതിൽ പരിചയമുള്ളവരുണ്ട്, പരിചയമില്ലാത്തവരുണ്ട്. ചിലർ നമ്മുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കണമെന്ന് പറയും, ഇല്ലേ? ഫോട്ടോ എടുത്ത് പോവും. അവർക്കറിയാം അയാൾക്ക് അന്ന് അങ്ങനെ ഒരു പശ്ചാത്തലം ഉണ്ടോ, ഈ ആൾക്ക് അങ്ങനെ ഒരു പശ്ചാത്തലം അന്നില്ലല്ലോ. നിങ്ങൾ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ, നിങ്ങൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയുന്നതെന്ന് ഏത് കുഴപ്പക്കാരനാണെന്ന് അറിയുന്നത് ഈ കോടതി പറഞ്ഞ പിന്നല്ലേ. അതുവരെ ഇപ്പൊ എന്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ എന്റെ കൂടെ ഫോട്ടോ എടുത്തിട്ട് പോയേനെ. അതുകൊണ്ട് അയാൾ ഫോട്ടോ എടുത്തതിന്റെ കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ ഈ സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതികളാണ്. അതൊക്കെ കിട്ടുമെന്നേ. അവിടെ അങ്ങനെയൊന്നും അവിടെ നിന്നൊരു മുഖ്യമന്ത്രിയെ കാണാമെങ്കിൽ എന്താ സോണിയാഗാന്ധിയെ കാണാൻ പ്രശ്നം? മുഖ്യമന്ത്രിയെ കാണാനാണ് അതിനേക്കാളും പാട്. മുഖ്യമന്ത്രിയുടെ ഒരു പരിപാടി കിട്ടാനും പരിപാടി കാണാനും ഉള്ളതുപോലെ തന്നെയല്ലേ അവരൊക്കെ എത്രയോ. അല്ല, ആരെങ്കിലും ഞാൻ ചോദിക്കട്ടെ, അന്നല്ലേ ഈ കേസൊക്കെ പുറത്തു വരുന്നതിന് മുമ്പ്? എത്രയോ വർഷം മുമ്പാണത്. കേസുകളൊക്കെ വരുന്നതിന് മുമ്പല്ലേ.